അഭിഭാഷക പ്രാക്ടീസ് കാലയളവ് പെൻഷന് കണക്കിലെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന ധനകാര്യ വകുപ്പിലെ ഒരു വിഭാഗം ജീവനക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. അതായത് ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് തങ്ങൾ അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്തിരുന്ന കാലയളവ് സർവീസ് കാലയളവായി കണക്കാക്കിക്കൊണ്ട് പെൻഷൻ കണക്കാക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഇവരുടെ ഹർജിയിൽ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് സുപ്രീം കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. സംസ്ഥാന നിയമവകുപ്പിലെ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിൽ നേരിട്ട് പ്രവേശനം ലഭിച്ചവരാണ് സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇവർ പറയുന്നത് മുമ്പ് ഈ നേരിട്ട് പ്രവേശനം ലഭിക്കുന്ന, അതായത് സംസ്ഥാന നിയമവകുപ്പിലെ ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 തസ്തികയിൽ നേരിട്ട് പ്രവേശനം ലഭിക്കുന്നവരുടെ പെൻഷൻ കണക്കിലാക്കിയിരുന്നപ്പോൾ അവർ ഈ തസ്തികയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അഭിഭാഷകരായിരുന്ന സേവനമനുഷ്ഠിച്ചിരുന്ന കാലയളവ് സർവീസ് കാലയളവായി കണക്കാക്കിയിരുന്നു എന്നാണ്. പക്ഷേ 2019 സംസ്ഥാന ധനകാര്യ വകുപ്പ് ഒരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഈ പെൻഷൻ കണക്കിലെടുക്കുമ്പോൾ ഈ അഭിഭാഷകരായി പ്രാക്ടീസ് ചെയ്തിരുന്ന കാലയളവ് കണക്കാക്കാൻ വേണ്ടി കഴിയില്ല എന്നതാണ്. ധനകാര്യ വകുപ്പിൻ്റെ ഈ നിലപാട്, ഈ ഉത്തരവ്, ഈ തീരുമാനം ചോദ്യം ചെയ്തുകൊണ്ടാണ് സംസ്ഥാന നിയമവകുപ്പിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഇപ്പോൾ കോടതിയെ സമീപിച്ചത്. ഈ വിഷയം വളരെ ഗൗരവമേറിയ വിഷയമാണ് എന്നാണ് ഹർജി പരിഗണിച്ച ജസ്റ്റിസുമാരെ മനോജ് മിശ്രയും രാജേഷ് ബിന്ദാലും അടങ്ങുന്ന ബെഞ്ച് പറഞ്ഞത്. തുടർന്നാണ് സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചത്. ഹർജിക്കാർക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ വി ഗിരിയും അഭിഭാഷകരായ ജി പ്രകാശ്, എം എൽ ജിഷ്ണു, അതുപോലെ പ്രിയങ്ക പ്രകാശ് എന്നിവരാണ് ഹാജരായത്.